ഗൗതം, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഡിവോഴ്സ് ആവാതെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഇപ്പോൾ അവിഹിതങ്ങൾ പലതും നമ്മൾ കാണുന്നും കേൾക്കുന്നുമുണ്ട്. ഭർത്താവുള്ളപ്പോൾ തന്നെ വേറെ പുരുഷന്മാരെ അന്വേഷിച്ച് പോകുന്ന സ്ത്രീകൾ മോശമല്ല, അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം. ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറെ കാമുകന്മാരോടൊപ്പം പോകുന്ന ഭാര്യമാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നമുക്കൊന്ന് സ്വീഡനിലേക്ക് പോയാലോ. ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ സ്വീഡനിൽ ഒരു ആൾക്ക്, ഗൗതമിന് സ്വീഡനിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹം ചെറുതായിട്ട് ഉണ്ട്. അതെന്തുകൊണ്ടാ? ചെറുത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 50 തൊട്ടിട്ട് 100 വരെ പാർട്ട്ണർ ഒരു ലൈഫ് ടൈമിൽ ഉണ്ടാവുന്നതാണ് സ്ത്രീക്ക് പൊതുവെ. അങ്ങനെയാണ് സ്വീഡൻ, പ്രധാനമായിട്ടും സ്വീഡൻ പോലുള്ള രാജ്യം. അതായത് പങ്കാളികളുടെ എണ്ണത്തിൽ അത്ര കുറവൊന്നും വരുത്തണ്ട. അതെ അതെ, 50 മുതൽ 100 വരെ. ചേച്ചിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ സുരക്ഷിതവും സമാധാനവും. ഒരാളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ കിടന്ന് പാടുപെടുമ്പോ ഇപ്പൊ തിരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡിനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. തിരിച്ചായാലും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ എങ്ങനെയാ ഈ 50-100 പേര് ഇപ്പം ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലും അതൊരു നേരെയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോ എല്ലാവരും അത് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും യുവാക്കളൊക്കെ അതിനടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു, നമ്മൾ തന്നെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പേഴ്സണലി പല ആളുകളെയൊക്കെ അറിയാവുന്നതുമാണ്. ഒരു 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 വർഷത്തിൽ ഒരാഴ്ചയിലായിരിക്കും തേപ്പ്. തേക്കുക വിടുക ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും. പക്ഷെ നല്ല രസമുണ്ടല്ലേ ഇതുപോലൊരു. കാരണം അവിടെ കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോ ആരാ അത് പറഞ്ഞ, എവിടെയോ പറയുന്നത് കേട്ടു. അതായത് കേരളത്തിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് ഇവിടത്തേക്ക് പോകുന്നു, പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണം. അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയോ? എന്താ കാരണം എന്നറിയോ? അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനിടയിൽ പറഞ്ഞു വിനായകനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. വിനായകൻ തന്നെ പറഞ്ഞത്. അതായത് നമ്മൾ ഈ ഇവിടുത്തെ എറണാകുളത്ത് രാത്രി നിക്കറിട്ടിട്ട് നടക്കാൻ പറ്റില്ല. ഇല്ല, അതിന് എത്രയൊക്കെ സ്വാതന്ത്ര്യം കിട്ടി, എത്രയൊക്കെ നമ്മൾ ബോൾഡാണ് എന്നൊക്കെ പറഞ്ഞാലും കഴുകന്മാരുടെ കണ്ണുകൾ ഒരു 10 മണി കഴിഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയ നോട്ടവും ശരീരഭാഷയും ഒക്കെ പുരുഷൻ്റെത്. ഇപ്പോൾ പുരുഷന്മാരെല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതല്ല, അത് വിനായകൻ പറഞ്ഞ 100% ശരിയാണ്. നടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എന്നല്ല, ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും നമ്മളിപ്പോഴും സ്ത്രീകൾ സുരക്ഷിതരല്ല. എത്രയൊക്കെ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓടിച്ചാടി നടന്നാലും, വനിതാ മതിൽ കെട്ടിയാലും, നവോത്ഥാനം ഉണ്ടാക്കിയാലും, സമത്വത്തിന് വേണ്ടി ഘോര പ്രസംഗിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പുരുഷൻ സുരക്ഷിതനാവുന്നത് പോലെ രാത്രി കാലങ്ങളിൽ സ്ത്രീ ഒരിക്കലും സുരക്ഷിതയല്ല. അത് ആ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു ജഡ്ജി ആണെന്ന് തോന്നുന്നു, അതോ ആണെന്ന് തോന്നുന്നു, ജഡ്ജി ആണോ അതോ മറ്റാരെങ്കിലും ആണോ, അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാത്രി 12 മണിക്ക് എന്തിനാണ് പെണ്ണ് പുറത്ത് ഇറങ്ങിയത്? ആ പെൺകുട്ടി അതിക്രൂരമായാണ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് അത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മറ്റൊരു പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല. അത്രമാത്രം മൃഗീയമായാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്നിട്ട് പറയുകയാണ് എന്തിനാണ് രാത്രി 12 മണിക്ക് ഇറങ്ങിയതെന്ന്. അപ്പം ചിലവര് വാദം ഉയർത്തും ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം ശരിയായിരുന്നില്ല. കാരണം പുരുഷനെ ആകർഷിക്കുന്ന രീതിയിൽ കാമോദ്ധിതമായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണം അല്ല, അതായത് ആ രീതിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. വസ്ത്രധാരണം ശരിയല്ല. ഇപ്പോ ചില കമ്മ്യൂണിറ്റീസ് ഒക്കെ അതുകൊണ്ടാണ് മുഴുവൻ മറച്ച് അങ്ങനത്തെ രീതിയിൽ. കാരണം പുരുഷൻ ഈ സാധനം ഉണ്ടാവുക കാണുമ്പോ ആകർഷണം. അല്ല, ഈ സ്വീഡനല്ല, പല വിദേശ രാജ്യങ്ങളിലും സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മളെയൊക്കെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ രീതി തന്നെ, ഇവിടെ ഈ ഷോളൊക്കെ 2 സൈഡിലിട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു പക്ക നാട്ടിൻപുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ വസ്ത്രധാരണ ടോട്ടലി മാറുകയാണ്. കാരണം വസ്ത്രധാരണത്തിൽ അവർ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം നേടുകയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മളൊരു ബസ്സിക്കായിരുന്നു, സ്ലീവ്ലെസ്
ഇട്ടിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ചു കാലം മുമ്പൊക്കെ ആണെങ്കിൽ ഞാനും ഇരുന്ന് നോക്കും, വേറെ ജോലിയൊന്നും ഇല്ല ഇവർക്ക്, മാന്യമായിട്ട് നടന്നുകൂടെ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ ഇപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി കയറി വന്നാൽ അവളുടെ ഇഷ്ടം നമ്മളത് ശ്രദ്ധിക്കാൻ പോലും ഇല്ല. പക്ഷെ ചില അമ്മൂമ്മമാരുണ്ട് ഇങ്ങനെയാണ് നോക്കുന്നത്. ഇതിനെയൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ഇതിനാരും ഇല്ലേ, ഇതെന്ന് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അതേ സ്ഥാനത്ത് ഒരു പുരുഷൻ ഒരു ബനിയൻ അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയൻ ഇട്ട് ഒരു പാൻറ് ഇട്ടിട്ട് വന്ന് ആരെങ്കിലും നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുമോ? ഇപ്പൊ പെൺപിള്ളേരെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഈ സമൂഹം നമുക്ക് തരില്ല. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു, ആ വിവാഹം എത്ര അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വീട്ടുകാർ പറഞ്ഞാലും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അങ്ങ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ വിവാഹം വേണ്ടാന്ന് വെക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് അടുത്തറിയാവുന്ന ഒരു പാർട്ട്ണർ നമുക്കൊപ്പം വരുന്നു, നമ്മൾ ആ വിവാഹം കഴിക്കുന്നു. പറയുന്നുണ്ട് ആദ്യത്തവനെ അടിച്ചു കളഞ്ഞിട്ട് അവളിപ്പോൾ രണ്ടാമത്തവൻ്റെ കൂടെയാ. കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറങ്ങളിൽ കേൾക്കുന്ന സ്ഥിരം ഡയലോഗാ, ആദ്യത്തെ അതിനെ അവൾ കളഞ്ഞു ഇപ്പം രണ്ടാമത്തവൻ്റെ കൂടെയാ. ഇങ്ങനെ ഒരു പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. സ്വീഡനിലായാലും അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവർ ആദ്യം താമസിക്കുന്നതിന് ലിവിങ് ടുഗദർ ആയിട്ടാണ്. സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് ലൈംഗിക സ്വാതന്ത്ര്യം വല്ലാതെ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് അവിടെ പീഡനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടാവും. ഇവിടെ ആ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ എണ്ണം കൂടുന്നത്, പീഡനങ്ങളുടെ എണ്ണം. കൊച്ചുകുട്ടികൾ 2-3 വയസ്സായ കുട്ടികളെ പോലും ഈ കാമം പ്രാന്തമ്മ വെറുതെ വിടാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ അതിന്റെ ആ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആളുകൾക്ക് ലഭിക്കുന്നില്ല. അതായത് അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷനോ ഇതോ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇപ്പോ സ്ത്രീകളെ ഇപ്പോ വെടികൾ എന്ന് പറഞ്ഞ് വെടികൾ വെടികളാണ്, അല്ലെങ്കിൽ അത് പോക്ക് കേസുകളാണ്. നമ്മൾ ഏതെങ്കിലും പുരുഷന്മാരെ കുറിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഈ അമ്മയും പെങ്ങന്മാരും ഉള്ളവന്മാരായിരിക്കണം. എനിക്കറിയില്ല ഇവരെ ഒന്നും പിന്നെ ബഹുമാനത്തോടെ ഒന്നും അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. താഴെ വന്ന് കമ്മൽ 2 വെടികൾ. നമുക്കത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം അത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഈ ഒരു ഇപ്പം പിന്നെ പുരുഷൻ ഒരു സ്ത്രീയുടെ അടുത്ത് പോയാൽ അവൾ വേശ്യയാണ്. 1-2 പുരുഷന്മാരെ അവൾ പിന്നെ സെക്സിന് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സെക്സ് ചെയ്താൽ അവൾ വേശ്യയാണ്. പക്ഷെ ഈ 3 സ്ത്രീയുടെ അടുത്ത് വരുന്ന 3 പുരുഷന്മാരെ നമ്മൾ ഈ പേര് പറഞ്ഞ് വിളിക്കുമോ? ഇല്ല. സ്ത്രീയാണ് എപ്പോഴും. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. പക്ഷെ ഗൗതമിന് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ അത്തരം ഒരു മാറ്റങ്ങൾ നമ്മൾ യൂറോപ്യൻ കൺട്രി കാണുന്നത് പോലെയുള്ള മാറ്റങ്ങൾ വരുമോ? ഈ ഒറ്റയിരട്ടിയും കളി ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ 2 കൈ ചുരുട്ടി പിടിക്കുന്നത്. അതെ, ഇതിൽ എപ്പോഴും ചുരുട്ടി പിടിക്കുമ്പോൾ ഒരു കൈ തുറന്നിരിക്കുന്നത്. അപ്പൊ ഈ കൈൻ്റെ അകത്ത് എന്താണ് 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 ആളുകൾക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പിന്നെ അങ്ങ് തുറന്നു വെച്ചാൽ മതി. കുറച്ചും കൂടി ഫ്രീ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ക്യൂരിയോസിറ്റി പോകും. അതായത് സംഭവത്തെ കുറച്ചും കൂടി നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ രീതിയിലുള്ള എന്തുകൊണ്ടാണ് ഈ 2 പീസ് ഇട്ട് നടക്കുന്നത് കാര്യങ്ങളൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല. ബിക്കിനിയൊക്കെ ഇട്ട് ഇപ്പോഴും നമ്മളെ ഈ ഒരു ബീച്ചില് അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബീച്ചില് ഒരു ബിക്കിനി ഇട്ടിട്ട് ഒന്ന് കടലിൽ കുളിക്കണം എന്ന് എത്ര സ്ത്രീകൾക്ക് തോന്നും? തോന്നുന്നുണ്ടാവും, ഒരു നിരവധി ആളുകൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് ഈ ഒരു അതെ ഈ ഒരു സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കലും പുറത്തു പോകണം, അല്ലെങ്കിൽ ഗോവയിൽ പോകണം. ഗോവയിലും കുറവാണ്. അതെ, നമ്മൾ വിചാരിക്കും പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സെറ്റിൽ ആയിട്ട് വേണം ബിക്കിനിയൊക്കെ ഇട്ട് ഒന്ന് നടക്കാൻ, ഒന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ. എന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു ബിക്കിനി ഇട്ട് നടക്കണം എന്നുള്ളതല്ലേ. അതിന് ഇവിടെ ഒന്നും പറ്റില്ല, ഇനി വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും പോയിട്ട് ചെയ്യാം. നമ്മളെ കേരളത്തിലൊക്കെ നമ്മളൊരു ജീൻസ് പാൻറ് ഇട്ടാൽ പാൻറ് ഇപ്പം ഇത്രയുള്ള ഒരു ബനിയൻ ഇട്ടിട്ട് നമ്മളിപ്പോഴത്തെ നമ്മളെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ഇട്ടാൽ പോലും എന്തോ മഹാപാപം നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവരുടെ നോട്ടവും. ഇവരുടെ എന്തിനു മുടി നമ്മളൊന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് വെട്ടി. നമ്മളിപ്പോൾ പുരുഷന്മാരെ പോലെ ഒരുപാട് പെൺകുട്ടികൾ, അതൊക്കെ ബോധർ ചെയ്യാത്ത പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. എങ്കിലും നമ്മൾ ഒന്ന് മുടി ഒന്ന് പുരുഷന്മാരെ പോലെ വെട്ടി ഒരു കളറൊക്കെ അടിച്ച് നമ്മുടേതായിട്ടുള്ള അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാവമാണ്. ഞാൻ ഈ കാത് മുഴുവൻ ഇങ്ങനെ കുത്തി ഇട്ടേക്കുന്ന എനിക്കൊരു സുഹൃത്തുണ്ട്, മുഴുവൻ കാതും കുത്തി ഇവിടം വരെ കുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അവളോട് ചോദിച്ചു, നിനക്ക് തലയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടോ, നീ ഇങ്ങനെ
അപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ കാത് എത്ര എണ്ണം കുത്തണമെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ്, അത് മറ്റൊരാളല്ല. എനിക്ക് എൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അത് ഇത് കുത്തിയപ്പോൾ എനിക്കതങ്ങ് തീർന്നു. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി കഴിഞ്ഞത് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പുരുഷന്മാരെ പോലെ എന്നല്ല ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴേ നിഷ പുരുഷോത്തമൻ മനോരമ ചാനലിൽ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പോലെ മുടി ക്രോപ്പ് ചെയ്ത് ഇടണമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. പക്ഷെ ഇന്ന് വരെ അത് സാധിച്ചിട്ടില്ല. വീട്ടുകാർ സമ്മതിക്കുന്നില്ല. എൻ്റെ സ്വാതന്ത്ര്യം അവരുടെ കയ്യിലാണ്. അത് വിട്ടിട്ട് നിന്റെ ഇഷ്ടത്തിന് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളൊക്കെ വളർന്ന ഒരു ലെവലും രീതിയുമുണ്ട്. അതൊന്നും നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും അവരെ പറയുന്നതിനെ തള്ളി പറഞ്ഞിട്ട് നമുക്കത് ചെയ്യണം എന്ന് തോന്നി. ഇപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കാതി കുത്തിയതാണ്. അപ്പം എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു നമുക്കത് വേണ്ട, അതൊന്നും ഒരു വാക്കുണ്ടോ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗിക്കാം, നമ്മളെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് എന്നെ കൊണ്ട് അപ്പം തന്നെ ഞാൻ കുത്തിയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂറിനകത്ത് തന്നെ എൻ്റെ കാതി ഊരിയെടുത്തു. അതുപോലെ തന്നെ മൂക്കുത്തി ഞാൻ എന്നോട് ആരും ചോദിക്കാതെ എൻ്റെ സഹോദരൻ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ സഹോദരനല്ല, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ എല്ലാമായ എൻ്റെ കൂടപ്പിറപ്പ് അവൻ കൊണ്ടുവന്ന് എൻ്റെ ഇഷ്ടത്തിന് കുത്തി തന്നത്. പക്ഷെ ഞാനത് കുത്തി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇതെന്തുവാ എന്ന്, കാരണം ഒരു മൂക്ക് കുത്തണമെങ്കിൽ പോലും ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ, അനുവാദങ്ങൾ. ഇപ്പൊ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മ പറയും മുടിയെ തൊട്ട് പോയാ പിന്നെ നീ ഇങ്ങോട്ട് വരരുത്. മുടിയെ തൊട്ടുള്ള ഒരു കളി ഇവിടെ വേണ്ട. നല്ല മുടി ഉണ്ടായിരുന്നതാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതാകുമ്പോൾ ഞാൻ പോയി വെട്ടി ഇത്രയും ആക്കി വെച്ചതാ. പക്ഷെ ഇതിനപ്പുറം ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ അമ്മ പറയുന്നത് മുടിയെ തൊട്ടാ നീ ഇങ്ങോട്ട്. അപ്പൊ നമ്മളൊക്കെ ഓരോ ഇതിൻ്റെ അകത്തിന് പ്രസംഗിക്കുന്നത് അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോഴും ഒരു ചട്ടക്കൂട്, തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മളെ എന്നെ സംബന്ധിച്ചോളം പുറത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, 100% നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ചങ്ങല ഇട്ടിട്ട് ദൂരേക്ക് ഓടുക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓടും. പക്ഷെ ചങ്ങലയുടെ ഒരു എന്താ ചെയ്യേണ്ടതെന്നറിയോ, മുടി കട്ട് ചെയ്യുക, മുടി കട്ട് ചെയ്തിട്ട് വീട്ടിൽ പോവുക, അതൊന്നും ചെയ്യില്ല, വെറുതെ പറയുന്നത്. അത് നമ്മൾ വിചാരിക്കും. പക്ഷെ അതെന്തോ ഇപ്പോഴും ആ ചങ്ങല അവരുടെ കയ്യിലാ, ആ ചങ്ങലയുടെ കൊളുത്ത് അവരുടെ കയ്യിലാ. ഞാൻ ഓടുമ്പോ തിരിച്ചെന്നെ വലിക്കാനുള്ള. മുടി കട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയി അവർ പുറത്താക്കും തോന്നുന്നുണ്ടോ? ചെയ്യില്ല, അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അതിനോടൊരു അവരുടെ സമ്മതത്തോടു കൂടി അത് ചെയ്യണം. പക്ഷെ അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ സ്വീഡനെ കുറിച്ചാണ് പറയാം. അപ്പോഴാണ് പെൺപിള്ളേരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത്. അപ്പൊ സ്വീഡൻ ഇടയ്ക്ക് വേറെ ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഷോ രജനീഷിന്റെ ഒരു പുസ്തകമുണ്ട്, അതെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതെന്ന് വെച്ചാൽ കുറേ മുമ്പ് ഞാനത് വായിച്ചത്. ലൈംഗികതയിൽ നിന്ന് അതിബോധത്തിലേക്ക് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ്. അതായത് പുള്ളി അതിനെ സെക്സിനെ, ഈ സെക്ഷൽ എനർജീനെ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട്, ആധ്യാത്മികതയൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ആ ഒരു എനർജീനെ. അപ്പോൾ അത് ഈ ബ്ലോക്കായി കിടക്കുകയാണ്. ആ സെക്ഷൽ എനർജി മനുഷ്യനിൽ ബ്ലോക്കാക്കി കിടത്തിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അത് റിലീസാവണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ആധ്യാത്മികമായ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ്. പുള്ളി അതിൽ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി തലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മൊമെൻ്റ് മാത്രമല്ല, മുഴുവൻ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിൽ, ഈ നിമിഷം ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിമിഷമൊക്കെ ആ എനർജി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാവില്ല എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ ആത്യന്തികമായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സെക്സ് എനർജി മനുഷ്യൻ ബ്ലോക്ക് ചെയ്ത് കിടത്തുന്നു, അതിനെ റിലീസ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും സ്വീഡനിലുള്ളവരെങ്കിലും സന്തോഷത്തോടെ നാട്ടുകാർ പറയും, വീട്ടുകാർ പറയും, സമൂഹം പറയുന്നൊന്നും ചിന്തിക്കാതെ അവരെങ്കിലും സ്വാതന്ത്ര്യത്തോടുകൂടി സ്വാതന്ത്ര്യം അനുഭവിച്ച് 50, 100, 1000 ഒക്കെ പങ്കാളികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതില്ലാത്തവർ ഇവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകട്ടെ.